ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, മറ്റുള്ളവർ നമ്മോട് അനീതിയായി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ന്യായം നിഷേധിക്കപ്പെടുമ്പോൾ ന്യായത്തിന് വേണ്ടിയിട്ട് നാം പല മാർഗങ്ങൾ സ്വീകരിക്കും. എന്നാൽ അങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ നമുക്ക് ന്യായം ലഭിക്കാതെ വരുമ്പോൾ നാം നീതിന്യായ കോടതികളെ സമീപിക്കും. നീതിന്യായ കോടതികളെ സമീപിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ദാരിദ്ര്യത്തിലും വിഷമത്തിലും കഴിയുന്ന വ്യക്തികൾക്ക് ഒരു നീതിന്യായ കോടതിയെ തങ്ങളുടെ വ്യവഹാരങ്ങൾക്കായിട്ട് സമീപിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്തെന്നാൽ ഒരു വ്യവഹാരം കോടതിയിൽ എത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കേസ് കൊടുക്കണമെങ്കിൽ അതിന് ഒരുപാട് പണച്ചിലവുള്ള കാര്യമാണ്. അഭിഭാഷകനെ ആവശ്യമാണ്, മറ്റ് കോടതി ചിലവുകൾ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് കയറി ചെന്ന് തൻ്റെ ന്യായം സ്ഥാപിച്ച് കിട്ടുവാൻ വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കാൻ സാധ്യമല്ല. അങ്ങനെ നിസ്സഹായരും നിരാലംബരുമായിരിക്കുന്ന സഹോദരങ്ങൾക്ക് ആശ്രയമായിട്ട് നീതിയുടെ ന്യായാധിപതിയായ ദൈവം മാത്രമാണ് തുണയായിട്ടുള്ളത്. തിരുവചനം പഠിക്കുമ്പോൾ അപ്രകാരം നീതിയും ന്യായവും കാംക്ഷിച്ച് അത് പ്രാപിക്കുവാൻ യാതൊരു മാർഗവുമില്ലാതെ ഇരുന്ന ഒരു ജനതയോട് അത്യുന്നതനായ ദൈവം അവർക്ക് വേണ്ടി ന്യായം നടത്തി കൊടുക്കുമെന്ന് ഉത്തരവരുളുന്ന ഒരു സംഭവം കാണുവാൻ കഴിയും. യിരെമ്യാ പ്രവചനം 51 അധ്യായം 36 വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിൻ്റെ വ്യവഹാരം നടത്തി നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്യും. അതിൻ്റെ കടൽ ഞാൻ ഉണക്കും, അതിൻ്റെ ഉറവുകൾ വറ്റിച്ചു കളയും. ടുഡേ വി സീ that people crave for justice because very often the righteousness what we expect are not experienced by us. There is always offense and injustice in many ways. We try our best to get justice from people, but very often we see that justice is far away, and though we try by other means, it is very difficult to get our justice done. And in such situations we have to go to a court of law. And going to a court of law is not very easy. We have to pay money, we have to pay fees, we have to pay the lawyers. So, for a poor man, for a poor people, though there are courts of law, it is very difficult to approach and get their justice done. So, to such people, it's the Almighty God who is a righteous judge. And it is He who has to answer the helpless, the poor, who have no means to fight a case in courts of law, who have no strength to stand up against the tyranny and wickedness of people. But our God is an everlasting God, an almighty God, who promises that He will avenge for His people. He is a righteous God, so He says He will establish justice and righteousness. We find such an example in Jeremiah chapter 51 verse 36. I am going to take up your cause and I am going to avenge you, says the Almighty God. I will dry up their seas and all the sources of water. അപ്പോൾ തങ്ങളുടേതായിട്ടുള്ള വ്യവഹാരം ഏറ്റെടുക്കുവാൻ തക്കതിരുവണ്ണം സർവശക്തനായ ദൈവം ഇറങ്ങുന്ന ഒരനുഭവം
ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ മക്കൾ ദൈവത്തെ മറന്ന് അവരുടേതായിട്ടുള്ള പാപ വഴികളിൽ ജീവിച്ച് ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ നിന്ദിക്കുകയും അവരെ കൊന്നൊടുക്കുകയും ദൈവത്തെ ഭയപ്പെടാതെ അന്യദൈവങ്ങളെ ആരാധിക്കുകയും ചെയ്തപ്പോൾ അവരെ കഠിനമായ ബാബിലോണിയൻ അടിമത്തത്തിലേക്ക് വിട്ടു. ബാബിലോണിൽ നീണ്ട 70 വർഷക്കാലം അവരടിമകളായിരുന്നു. അതിക്രൂരമായിട്ടാണ് അവർ അവിടെ പീഡിപ്പിക്കപ്പെട്ടത്. അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്ത ഒരവസ്ഥയായിരുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, ഞാൻ നിലവിളിച്ച് സഹായം അപേക്ഷിച്ചാലും അവൻ എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയുന്നു. അവർ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, പക്ഷേ ദൈവം അവരുടെ പ്രാർത്ഥന തള്ളിക്കളയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കടന്നു വരാത്തവണ്ണം അത് മേഘം കൊണ്ട് അതിനെ മറയ്ക്കുന്നു. അതിൻ്റെ 44-ാം വാക്യമാണ്. അപ്പോൾ തൻ്റെ ജനം തന്നോട് നിലവിളിക്കുന്ന നിലവിളി തൻ്റെ മുമ്പിൽ വരാതിരിക്കത്തക്കവണ്ണം അവൻ മേഘം കൊണ്ട് പ്രാർത്ഥനകളെ മറയ്ക്കുന്നുവെന്നാണ് അവർ പറയുന്നത്. കാരണം താൻ അവരോട് നിരന്തരമായി തൻ്റെ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചിട്ടും അവരെ തന്നിലേക്ക് മടക്കി വരുത്തുവാനായിട്ട് പരമാവധി പരിശ്രമിച്ചിട്ടും അവർ ആ വിളിയെ അവഗണിച്ചു. തങ്ങളുടേതായിട്ടുള്ള വഴികളിൽ അവർ പോയി പാപത്തിൽ നിന്ന് പാപത്തിലേക്ക്, അതേ ദുഷ്ടതകളിൽ നിന്ന് ദുഷ്ടതകളിലേക്ക് അവർ പ്രയാണം ചെയ്തു. തന്നിമിത്തമാണ് ദൈവം അവരെ ക്രൂരമായിട്ട് ശിക്ഷിക്കുന്നത്. വി ഫൈൻഡ് ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ക്രൈയിങ് ഔട്ട്, though we pray, you are not listening to our prayers. In the book of Lamentations we find, chapter 3, verse 8 and 44, you have placed clouds so that they block our prayers. Heavenly clouds you have placed so that you are blocking our prayers. So much to say that their prayers are not being heard by God. Why? Because they had forgotten God. In spite of Him sending His prophets to them, in spite of waiting for a very, very, very long time, we find the children of Israel had simply discarded God, and we find them serving other gods. So, when they had served other gods, God sent them into the Babylonian captivity, which lasted for 70 years. It is there that they cried out unto the Lord. And God was not answering their prayers. Why? Because they never bothered to obey God or to listen to His prophets. So we find that they didn't lose hope in God. Still they were crying out to God. And still they were praying to God, saying that you are our hope. We will not leave you. അവിടെ ഇപ്രകാരം പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതിരുന്നിട്ടും അവർ വീണ്ടും വീണ്ടും ദൈവത്തോട് പറയുകയാണ്, യഹോവ എൻ്റെ ഓഹരിയാകുന്നു, അതുകൊണ്ട് ഞാൻ പ്രത്യാശ വെക്കുന്നു, യഹോവയിൽ പ്രത്യാശ വെക്കുന്നു. മാത്രമല്ല 25-ാം വാക്യത്തിൽ പറയുകയാണ്, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവനാകുന്നു. അപ്പോൾ അവിടെ പ്രത്യാശ കൈവിടാതെ ദൈവത്തെ മാത്രം നോക്കി വിളിച്ചുകൊണ്ട് ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടികൾ നൽകാഞ്ഞിട്ടും ദൈവത്തെ നോക്കി വിളിക്കുന്ന ഒരു ജനതയോടാണ് ദൈവം അരുളി ചെയ്യുന്നത്, ഇതാ ഞാൻ നിൻ്റെ വ്യവഹാരം നടത്തി നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്യും, അതിൻ്റെ കടൽ ഉണക്കും, അതിൻ്റെ ഉറവുകൾ വറ്റിച്ചു കളയും. So, in spite of God's terrible anger, we find the children of Israel clinging on to God and saying that you are our
hope and you are our salvation. We are not going to leave you. And finally, God comes to their rescue. And he says, I am going to take up your cause and I am going to avenge you. അവരുടെ സങ്കടം 137 സങ്കീർത്തനത്തിൽ നാം കാണുന്നുണ്ട്. അതിൻ്റെ 1 മുതലുള്ള 6 വരെയുള്ള വാക്യങ്ങളിൽ എത്രമാത്രം സങ്കടത്തോടെയാണ്, ദുഃഖത്തോടു കൂടിയാണ് അവർ ബാബിലോണിൽ കഴിച്ചു കൂട്ടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ബാബിലോൺ നദീതീരത്ത് ഞങ്ങളിരുന്നപ്പോൾ സിയോനെ ഓർത്തു, അതെ ഞങ്ങൾ കരഞ്ഞു. സിയോൻ അവരെ സംബന്ധിച്ച് ഒരോർമ്മ മാത്രമായിട്ട് അവശേഷിക്കുകയാണ്. നീണ്ട പതിറ്റാണ്ടുകൾ അവർ ബാബിലോണിൻ്റെ ക്രൂരമായ അടിമത്തത്തിൽപ്പെട്ട് തകർന്നിരിക്കുകയാണ്. അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള യാതൊരു വിധത്തിലുള്ള പ്രത്യാശയുമില്ല. കാരണം അവരെ അവിടുന്ന് രക്ഷിക്കുവാൻ തക്കവണ്ണം യാതൊരു ശക്തിക്കും സാധ്യമല്ല. ബാബിലോൺ പട്ടണം അവരെ കൊണ്ട് നെബൂഖദ്നേസർ പണിയിച്ചു. ദൈവം നെബൂഖദ്നേസർ രാജാവിനെയാണ് അവരെ ശിക്ഷിക്കുവാൻ തക്കൊണ്ട് ഉപയോഗിച്ചത്. യിരെമ്യാ പ്രവചനം അത് വായിക്കുമ്പോൾ 27 അധ്യായത്തിൻ്റെ 6 വാക്യത്തിൽ നെബൂഖദ്നേസറിനെ വിളിക്കുന്നത് എൻ്റെ ദാസനായ നെബൂഖദ്നേസർ എന്നാണ്. മാത്രമല്ല അത് ഇവരെ അവൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുകയാണ്, അതിലെ മൃഗങ്ങളെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ നെബൂഖദ്നേസർ രാജാവിൻ്റെ കയ്യിലേൽപ്പിച്ച് അവൻ യെരൂശലേമിൻ്റെ ദേവാലയം ചുട്ടുകരിച്ച് അതിൻ്റെ മതിലുകളിടിച്ച് ഇവരെ അടിമകളായിട്ട് ബാബിലോണിൽ കൊണ്ടുവന്നു. എന്നാൽ നെബൂഖദ്നേസറിൽ, എൻ്റെ ദാസനായ നെബൂഖദ്നേസർ എന്ന് യഹോവ വിളിച്ച നെബൂഖദ്നേസറിൽ അഹന്ത ഉളവായി. ഞാൻ എൻ്റെ പ്രതാപമഹത്വത്തിനായി പടുത മഹതിയാം ബാബിലോണിതല്ലോ എന്ന് താൻ ഈ പാവപ്പെട്ട ഇസ്രായേല്യ അടിമകളെ കൊണ്ട് പണിയിച്ച് അതിമനോഹരമായ പട്ടണം കൊണ്ടുകൊണ്ട് അവൻ അലങ്കരിച്ചപ്പോൾ ദൈവം അവനെ അവിടെ തകർക്കുകയാണ്. മാത്രമല്ല യെശയ്യാ പ്രവചനം നാം വായിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണുവാൻ കഴിയും. യിരെമ്യാ പ്രവചനത്തിൻ്റെ 51 അധ്യായത്തിൻ്റെ 34 വാക്യത്തിൽ കാണുവാൻ കഴിയും, ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ എന്നെ വിഴുങ്ങിയിരിക്കുന്നു. എൻ്റെ ദാസനായ നെബൂഖദ്നേസർ എന്ന് വിളിച്ച അതേ ദൈവം പറയുകയാണ്, അതെ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ എന്നെ വിഴുങ്ങിയിരിക്കുന്നു, അവൻ എന്നെ തകർത്തിരിക്കുന്നു. തൻ്റെ ജനത്തെ വിഴുങ്ങിക്കളഞ്ഞു, തൻ്റെ ജനത്തെ തകർത്തിരിക്കുന്നു. അവരെ കൊണ്ട് അടിമവേല ചെയ്യിച്ച് മുഴുവനായി തകർന്നിരിക്കുകയാണ്. God had chosen Nebuchadnezzar and called him my servant Nebuchadnezzar. But later on, when pride crept into Nebuchadnezzar, he forgot the Almighty God who had brought him to that situation. So he was a ruthless ruler, very cruel to the children of Israel. And we find that God saying, see, Nebuchadnezzar had swallowed me and he has shattered me because he had shattered the children of Israel. And he forgot that it was God who had given him that opportunity. He built a very big empire, a city that was so fortified that nobody can escape from there. ഇസ്രായേൽ മക്കൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുവാനൊരു മാർഗവുമില്ല. കാരണം ബാബിലോണിയൻ പട്ടണം എന്ന് പറയുന്നത് 350 അടി അത് ഉയരമുള്ള ഒരു മതിൽക്കെട്ടോട് കൂടിയ പട്ടണമാണ്. അതിൻ്റെ വീതി, മതിലിൻ്റെ വീതി 80 അടിയാണ്. മാത്രമല്ല അതിന് ചുറ്റും 350 അടി ചുറ്റുമുള്ള വീതിയുള്ള ഒരു വെള്ളത്താൽ നിർമ്മിത തോടുണ്ട്. അതിന് 80 അടി ആഴമുണ്ട്. ഈ വലിയ മതിൽക്കെട്ടിൽ 150 വലിയ ഗേറ്റുകളുണ്ട്. ആർക്കും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. ഇസ്രായേൽ മക്കൾക്ക് യാതൊരു ശക്തിയുമില്ല, അവർക്ക് സൈന്യമില്ല, അവർക്ക് നേതാവില്ല, അവർക്ക് യാതൊരു വിധത്തിലുള്ള സംഘടിത ശക്തിയുമില്ല. അവർക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു പ്രത്യാശയുമില്ല. They had no hope at all because it was impossible to escape
from Babylon, because it was a fortified city with a wall 350 feet high. The wall was 80 feet wide. It was surrounded by a moat 80 feet deep and 350 feet wide. So it was practically impossible for anybody to cross the wall. Suppose if they cross the wall, they will come to the moat, but they cannot cross the waters. Before that, they will be captured. So Nebuchadnezzar had built a city from which nobody could escape. And escape was not at all a dream for the children of Israel. They had no might. In no way can they go out of the captivity of Nebuchadnezzar. So they were crying unto God. Though he had not replied them, they were sure that sometime God will reply them, that God will take up their cause. And God did take up their cause. ദൈവം അവരുടെ വ്യവഹാരം ഏറ്റെടുക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ദൈവം പ്രാർത്ഥനകൾക്ക് മറുപടി നൽകിയില്ലെങ്കിൽ പോലും ദൈവം തങ്ങളുടേതായുള്ള സങ്കടം കാണുകയും തങ്ങൾക്ക് വേണ്ടി നീതി നടപ്പാക്കുകയും ചെയ്യുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. നെബൂഖദ്നേസർ രാജാവിൻ്റെ ബലവത്തായ കോട്ടകളിൽ നിന്നും സുരക്ഷിത വലയത്തിൽ നിന്നും ദൈവത്തിന് അവരെ രക്ഷിക്കുവാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ അത്യുന്നതനായ ദൈവം ഈ സാഹചര്യത്തിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ ഒരു മനുഷ്യനെ ഉയർത്തി. കോരശ്. അവൻ ജനിക്കുന്നതിന് 200 കൊല്ലം മുൻപ് അവനെക്കുറിച്ച് ദൈവം കൽപ്പിച്ചു. യെശയ്യാപ്രവചനം 44-28 വാക്യത്തിൽ അവിടെ നമുക്ക് കാണുകയും കോരശ് എൻ്റെ ഇടയനാകുന്നു, അവൻ എൻ്റെ ഹിതമൊക്കെ നിവർത്തിക്കും. കോരശ് ജനിക്കുന്നതിന് മുൻപ് 200 കൊല്ലം മുൻപ് ദൈവം തൻ്റെ പ്രവാചകനിലൂടെ അരുളി ചെയ്യുകയാണ്. തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ, തൻ്റെ ദേവാലയത്തിന് അടിസ്ഥാനം ഇടുവാൻ വീണ്ടും ഒരുവനെ ദൈവം ഒരുക്കുകയാണ്. തൻ്റെ ദേവാലയം ചുട്ടുകരിക്കുവാൻ വിജാതീയനായ നെബൂഖദ്നേസറിനെയാണ് ദൈവം ഉപയോഗിച്ചതെങ്കിൽ, മറ്റൊരു വിജാതീയനായ രാജാവിനെ, കോരശിനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ് തൻ്റെ ദേവാലയത്തിന് അടിസ്ഥാനമിടുവാൻ. താൻ നശിപ്പിച്ചു കളഞ്ഞ ദേവാലയത്തിന് പകരമായിട്ട് അതിമനോഹരമായ ഒരു ദേവാലയം സൃഷ്ടിക്കുവാൻ, നിർമ്മിക്കുവാൻ അതേ കോരശ് ജനിക്കുന്നതിന് 200 കൊല്ലം മുൻപ് യഹോവയാം ദൈവം കൽപ്പനയിടുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റേതായിട്ടുള്ള പ്രത്യേകമായ നിയോഗമായിരുന്നു ഈ ഇസ്രായേൽ മക്കളെ രക്ഷിക്കണമെന്നുള്ളത്. അങ്ങനെയാണ് ആരോരുമില്ലാത്ത നിസ്സഹായരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം തൻ്റെ നീതി നടത്തിയത്. We see that the children of Israel were helpless. They had nobody to lead them. They had no means to escape from the great city of Babylon. But we find that 200 years before the birth of Cyrus, his birth was foretold. And it was foretold that Cyrus would be my servant. He would lay the foundation for the temple of Jerusalem. Because it was a pagan king who had come and destroyed the temple of Jerusalem. So God says, this man Cyrus, he will see that the temple of Jerusalem is rebuilt. അങ്ങനെ ആർക്കും വിടുവിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഇസ്രായേൽ മക്കൾ ആയിരിക്കുമ്പോൾ, അന്ന് ബാബിലോണിൻ്റെ ഭരണാധികാരിയായ ബെൽഷസ്സറിന് മേൽ ദൈവത്തിൻ്റെ ന്യായവിധി വരികയാണ്. അവൻ തൻ്റെ രാജ്യത്തിലെ പ്രമാണിമാർക്കും അവിടെയുള്ള പ്രധാന വ്യക്തികൾക്കുമെല്ലാം വലിയൊരു വിരുന്നൊരുക്കി. യെരൂശലേം ദേവാലയത്തിൽ നിന്നുകൊണ്ടുവന്ന പൊൻവെള്ളിപ്പാത്രങ്ങൾ അവരും അവനോട് കൂടെ ഉണ്ടായിരുന്ന അതേ സ്ത്രീകളുമെല്ലാം ബീജ് കുടിച്ചു. കുടിച്ച് മത്തരായി. അപ്പോൾ ആ രാത്രിയിൽ അവിടെ ഒരു കൈപ്പത്തി ഭിത്തിയിൽ എഴുതുകയാണ്,
മേനെ മേനെ തേക്കൽ ഉർഫസീൻ, ഞാൻ നിന്നെ തൂക്കി നോക്കി നീ തൂക്കത്തിൽ കുറവുള്ളവനായിരുന്നു. നിന്റെ രാജ്യം വിഭജിച്ചാൻ മേദ്യർക്കും പാർസികൾക്കും വേണ്ടി നൽകാൻ പോവുകയാണ്. ആ കൈപ്പത്തിയുടെ എഴുത്ത് കണ്ടുകൊണ്ട് ബെൽഷസർ ഞടുങ്ങി. രാജ്യത്തെ വിദ്വാൻമാരെയൊക്കെ വരുത്തി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ആർക്കും അത് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയില്ല. എന്നാൽ ദാനിയേൽ വന്ന് അതിൻ്റെ പൂർണ്ണത അവരെ ബോധ്യപ്പെടുത്തി. പക്ഷേ ആ രാത്രിയിൽ ബെൽഷസർ കൊല്ലപ്പെടുകയാണ്. ഒരിക്കലും ഉണങ്ങാത്ത കടലെന്ന് വിശേഷിപ്പിച്ച ബാബിലോൺ പട്ടണത്തിന് ചുറ്റുമുണ്ടായിരുന്ന തോടിനെ ഉണക്കിക്കൊണ്ട് അതിലെ വെള്ളം വറ്റിച്ച് കളഞ്ഞുകൊണ്ട് ദാര്യാവേശ് നെബൂഖദ്നേസർ പടുത്തുയർത്തിയ ബാബിലോൺ ആക്രമിച്ച് ആ രാത്രിയിൽ ബെൽഷസറിനെ കൊന്നുകളഞ്ഞു. യഹോവ തൻ്റെ ജനത്തിനു വേണ്ടി ന്യായം നടത്തി. മാത്രമല്ല, ദാര്യാവേശ് രാജാവായപ്പോൾ യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ യഹൂദന്മാർക്കും മടങ്ങിപ്പോകുവാൻ തക്കോട്ടുമുള്ള അനുവാദം നൽകി. വി ഫൈൻഡ് that Cyrus was commissioned 200 years before his birth to completely take care of temple of God, to release his people from the Babylonian captivity. So when Belshazzar, the ruler of Babylon, was giving a big party, and when he ordered the vessels of the temple of Jerusalem to be brought out, it was going to take a different turn in the life of Belshazzar. They drank, he and his concubines drank from that, but suddenly we find a writing on the wall, Mene Mene Tekel Urfasin. Belshazzar called forth for all the learned men, wise men to interpret this writing, and he knew what it was. But that night, we find Belshazzar being killed. Darius had conquered Babylon, and that was the end of the dynasty set up by Nebuchadnezzar. Belshazzar was killed that night. And Cyrus gave an edict saying that anybody who wants to return to Jerusalem could return. But the children of Israel were reluctant to go. Many went back, but few kept back. You know, the righteousness of God was executed there. Somebody else had come and fought for them. When Belshazzar was murdered, a new ruler came, and the empire which Nebuchadnezzar had set up was completely crushed. And the new ruler gives permission for the Jews to go from their captivity to Jerusalem, to return to Jerusalem. ദൈവത്തിൻ്റെ പദ്ധതി അതാണ്. ആരോരുമില്ലാത്തൊരു ജനതയുടെ സങ്കടം കണ്ട് അവരുടെ നിലവിളി കേട്ട് ദൈവം അവരെ വിടുവിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും നിസ്സഹായമായ അവസ്ഥകളിൽ നാം ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അവൻ നമ്മുടെ നിലവിളി കേട്ട് തക്ക സമയത്ത് നമുക്ക് മറുപടി നൽകുമെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ കർത്താവേ, പലപ്പോഴും ഞങ്ങളുടെ നീതി ഞങ്ങൾക്ക് നിഷേധിക്കപ്പെടുമ്പോൾ നീയുടെ ന്യായാധിപതിയായ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നീ നീതിയുടെ ന്യായാധിപതിയാകുന്നു. നീ അന്യായത്തിന് കൂട്ടു നിൽക്കുന്ന ദൈവമല്ല. ലോകത്തിലെ കോടതികളിൽ അങ്ങയുടെ മുഖത്തേക്കാണ് ഞങ്ങൾ നോക്കുന്നത്. അവിടുന്ന് കർത്താവ് വാക്കുകൾ കേൾക്കുന്ന ഓരോരുത്തരെയും ബലപ്പെടുത്തുകയും കർത്താവെ ഞങ്ങൾക്ക് ന്യായമായതും അർഹമായതുമായ നീതി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുനാമം മോദപ്പെടാൻ ഞങ്ങളോട് സഹായിക്കണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.